കഴിഞ്ഞ 30-ാം തീയതി മുതൽ ചാലിയാറിൻ്റെ മുണ്ടേരി മുതൽ താഴെ എടവണ്ണ അരീക്കോട് വരെയുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ, തിരുവാലി, മഞ്ചേരി, മലപ്പുറം, പെരിന്തൽമണ്ണ, അതുപോലെ തന്നെ ജില്ലയിലെ മറ്റു സ്റ്റേഷനിലെയും അതുപോലെ തന്നെ ജില്ലയ്ക്ക് പുറത്ത് തെക്കൻ ഭാഗത്തുള്ള കോട്ടയം, കൊല്ലം ഭാഗത്തു നിന്നുമുള്ള സേനാംഗങ്ങളാണ് ഈ 5 ദിവസമായിട്ട് വ്യാപകമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുണ്ടേരി ഭാഗത്തു നിന്ന് തുടങ്ങുകയും ഇപ്പോൾ ചാലിയാറിൻ്റെ വ്യത്യസ്ത തീരപ്രദേശങ്ങളായിക്കൊണ്ട് പിന്നെ പൂക്കോട്ടുമണ്ണ, അതുപോലെ തന്നെ ഓടായിക്കൽ, എടവണ്ണ സ്ഥലങ്ങളിലാണ് ഇപ്പോഴും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറമെ ഈ പൂക്കോട്ടുമണ്ണയും അതുപോലെ തന്നെ ഓടായിക്കൽ സ്ഥലങ്ങളിലൊക്കെ റെഗുലേറ്റർ കൺ പിടിച്ചുള്ളത് കൊണ്ട് വലിയ വലിയ മരങ്ങൾ വ്യാപകമായിട്ട് കെട്ടിക്കിടക്കുകയും അതിനകത്ത് കഴിഞ്ഞ ദിവസം ഓടായിക്കൽ വെച്ചിട്ട് 3ഓളം ശരീരഭാഗങ്ങൾ രണ്ട് മുഴുവൻ ശരീരവും ഒരു ശരീരഭാഗത്തിന് നമുക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഇവിടെയുള്ള ട്രാക്ടറും അതുപോലെ തന്നെ പ്രത്യേകം റിങ്ങൊക്കെ ഇറക്കുന്ന ആളുകൾ കിണറിൽ റിങ് ഇറക്കുന്ന ആളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ മരക്കഷ്ണങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സുൽഫി അതുപോലെ തന്നെ കയ്യുംക ഇവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ മരം മാറ്റുന്നത്. 2 ദിവസമായിട്ട് 3 ദിവസമായിട്ട് മരം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നെങ്കിലും അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യാപകമായ രീതിയിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. 2 ദിവസം 3 ദിവസമായിട്ടാണ്. 3 ദിവസം ഇന്നലെയും മിനിയാന്നും അതിന് തലേന്നാണ് ഈ 3 ബോഡി ഈ പ്രദേശത്തിന് ഈ ഓടായിക്കൽ പ്രദേശത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സാധ്യതയുണ്ട് ഇനിയും ഉണ്ടോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ്, അല്ലെങ്കിൽ ആ ഒരു ആശങ്കയിലാണ് ഈ മരം മുഴുവനായിട്ട് ഇവിടുന്ന് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തോടു കൂടി അത് തീരുമെന്നുള്ള പ്രതീക്ഷയുള്ളൂ നമുക്ക്. അതുപോലെ തന്നെ നമ്മളെ ഈ ഫയർഫോഴ്സിനെ പോലെ തന്നെയാണ് സിവിൽ ഡിഫൻസ്, ആപത്ത് മിത്ര, അതുപോലെ തതുപരിയായിക്കൊണ്ട് ഇവിടെയുള്ള വൈറ്റ് ഗാർഡ്, അതുപോലെ തന്നെ ടീം വെൽഫെയർ, പ്രദേശ് ക്ലബ്ബ് എല്ലാവരും സംയുക്തമായിക്കൊണ്ട് എല്ലാവരുടെയും കഴിവിൻ്റെ പരമാവധി ഊർജ്ജം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വ്യാപകമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിജയിക്കുമ്പോൾ ഇന്നത്തോടെയാണ് ഇവിടെയുള്ള ഈ മരം മുറിച്ച് മാറ്റാൻ സാധിക്കുമെന്ന പ്രതീക്ഷ നമുക്ക് ഉള്ളത്.